യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഉപവാസത്തോടെയുള്ള പ്രാർത്ഥനയുടെ 3-ാം ദിവസമാണിന്ന്. ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പറ്റുന്നതുപോലെ ഓരോ സാഹചര്യങ്ങളിൽ ചെറിയ ത്യാഗത്തോടെയൊക്കെ ആയിരിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇനി ആരോഗ്യവും സാഹചര്യവും അനുകൂലമല്ലെങ്കിലും ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുത്തുകൊള്ളുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 7 ദിവസങ്ങളാണ്. ഇന്ന് അതിൻ്റെ 3-ാമത്തെ ദിവസമാണ്. ഏറെ പ്രതീക്ഷയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. പരാജയപ്പെടാത്ത ദൈവവചനമാണ് ഞാൻ നിങ്ങളും കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വചനം കേൾക്കുന്ന നിങ്ങളും ഒരു പ്രശ്നത്തിലും ഒരു പ്രതിസന്ധിയിലും പരാജയപ്പെട്ടു പോവില്ല. വചനം കേൾക്കുമ്പോൾ, വചനം മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം, അതിലൂടെ നമ്മുടെ വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയവും വർദ്ധിക്കും. അങ്ങനെ വർദ്ധിക്കുമ്പോൾ എന്തു വലിയ പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങളുടെ മുമ്പിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നൊരു വ്യക്തി കൈ മലർത്തുകയില്ല. പിന്നെയോ അവർ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമെന്നാണ്. കൈ മലർത്തില്ല, കൈ ഉയർത്തും. കൈ മലർത്തുക എന്ന് പറഞ്ഞാൽ ഇനിയൊന്നും നടക്കിയാൽ ഇനി എന്നാ ശരിയാകാനാ, അങ്ങനെ ഒരു നിരാശയുടെ അടയാളമായി കൈ മലർത്തുക. കരമുയർത്തുന്നത് പ്രത്യാശയുടെ ദൈവാശ്രയത്വത്തിൻ്റെ അടയാളമാണ്. വചനം കേൾക്കുന്ന നിങ്ങൾ ഒരു പ്രശ്നത്തിലും പ്രതിസന്ധിയിലും കൈ മലർത്താൻ ഇടവരികയില്ല. കരമുയർത്തി ദൈവത്തോട് നന്ദി പറയാൻ ഇടവരും. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ എന്നെ സൗഖ്യമാക്കുന്ന, എന്നെ സഹായിക്കുന്ന, എന്നെ പൂർണ്ണമായും രക്ഷിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ശക്തിയിലൊന്ന് ആശ്രയിക്കുക. എന്നെ രക്ഷിക്കുന്ന, എന്നെ സഹായിക്കുന്ന, എന്നെ പൂർണ്ണമായി വിടുവിക്കുന്ന ആ നല്ല ദൈവത്തിൻ്റെ ശക്തി അറിയാൻ ഈ ഉപവാസ പ്രാർത്ഥനയിലെ 3-ാം ദിവസത്തെ വചനത്തിലൂടെ നമുക്ക് സാധിക്കട്ടെ. നമുക്കിന്ന് ദൈവവചനം ഒന്ന് ശ്രദ്ധിക്കാം. 2 സാമുവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 5-6 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. 2 സാമുവേൽ 7-ാം അധ്യായം 5-6. എൻ്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് അരുളിച്ചെയ്യുന്നു, എനിക്ക് വസിക്കാൻ നീ ഒരാലയം പണിയുമോ? ദൈവത്തിന് വസിക്കാൻ ഒരാലയം പണിയണം. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് മുതൽ ഇന്നുവരെ ഞാൻ ഒരാലയത്തിലും വസിച്ചിട്ടില്ല. കൂടാരത്തിൽ വസിച്ചുകൊണ്ട് ഞാനും സഞ്ചരിക്കുകയായിരുന്നു. നീ എനിക്ക് വേണ്ടി, 8-ാമത്തെ വാക്യം, അതുകൊണ്ട് നീ ഇപ്പോൾ എൻ്റെ ദാസനായ ദാവീദിനോട് പറയണം. എന്തു പറയണം? എനിക്ക് വേണ്ടി ഒരാലയം പണിയാൻ പറയണം. എനിക്ക് വസിക്കാൻ ഒരാലയം പണിയാൻ പറയണം. പ്രിയപ്പെട്ടവരെ, ദിവസേന വചനം കേൾക്കുമ്പോൾ ആ വചനത്തിലൂടെ ദൈവം നിങ്ങളിൽ വസിക്കുന്ന ഒരാലയമായിട്ടാണ് മാറുന്നത്. ദൈവത്തിൻ്റെ ഒരു ആലയമായിട്ടാണ് നിങ്ങൾ മാറുന്നത്. ദൈവവചനം കേൾക്കുമ്പോൾ ദൈവത്തിന് വസിക്കാൻ ഒരാലയം നമ്മളും നിർമ്മിക്കുവാണ്, ഉണ്ടാക്കുവാണ്. ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നാണ്. എൻ്റെ ശരീരത്തിൽ ദൈവം വസിക്കുന്നുണ്ട്. വചനം കേൾക്കുന്ന എന്നിൽ ദൈവം വസിക്കുന്നു. ദൈവം എന്നിൽ വസിക്കുന്നുണ്ട്. ദാവീദിനോട് പറയുവാണ്, എനിക്ക് വസിക്കാൻ നീ ഒരാലയം പണിയണം. ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവരോടും പറയുവാണ്, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ചുമ്മാ ആഗ്രഹിച്ചാൽ പോരാ, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതിന് വേണ്ട ഒരുക്കങ്ങൾ വേണം. ദൈവത്തിന് നമ്മളിൽ വസിക്കാനുള്ള ചില ഒരുക്കങ്ങൾ ചെയ്യണം. ദൈവത്തിന് നമ്മളിൽ വസിക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് ഭയങ്കര അനുഗ്രഹമാണ്. നമ്മളെന്തിനാണ് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നത്, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നത്, വചനം കേൾക്കാൻ ഇങ്ങനെയൊക്കെ സമയം മാറ്റിവെക്കുന്നത്? ദൈവത്തിന് നമ്മളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ വസിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. വേണ്ട കാര്യങ്ങൾ ചെയ്യുവാണ്. ദൈവത്തിന് വസിക്കാൻ
ഒരു ആലയം ഉണ്ടാക്കിയാൽ, ദൈവത്തിന് വസിക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ, ആ ചെയ്യുന്നവരെ ദൈവം എന്തേരെ അനുഗ്രഹിക്കുമെന്നറിയാവും. ഇപ്പം ദൈവത്തിന് വസിക്കാൻ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒത്തിരി പേർക്ക് ഈ വചനമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുപാട് പേരിൽ ദൈവത്തിന് വസിക്കാൻ പല സാഹചര്യങ്ങളെയും നമ്മളും അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുവാണ്. അതിനെല്ലാം ദൈവസന്നിധിയിൽ വിലയുണ്ട്. അതുകൊണ്ടാണ് 7-ാം അധ്യായം 2 സാമുവേൽ 7:10 വചനം പറയുന്നത്, ഭൂമിയിലുള്ള മഹാത്മാക്കളെ പോലെ നിന്നെ ഞാൻ മഹാനാക്കും. ആരെ? ദൈവത്തിന് വസിക്കാൻ ഒരാലയം നീ നിർമ്മിക്കണം. ദൈവത്തിന് വസിക്കാൻ ഒരാലയമാണോ നിർമ്മിക്കുന്നത്? ദൈവത്തിന് വേണ്ടിയാണോ സമയവും പ്രാർത്ഥനയും ദൈവീ കാര്യങ്ങളൊക്കെ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച സമയവും ആരോഗ്യമൊക്കെ ഉണ്ടോ? ഭൂമിയിലെ മഹാത്മാക്കളെ പോലെ നിന്നെ ഞാൻ മഹാനാക്കും. അടുത്തതാണ് 12-ാമത്തെ വാക്യം, ദിനങ്ങൾ തികഞ്ഞ നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സ്ഥിരമാക്കും, സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും, അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. 16-ാമത്തെ വാക്യം, നിന്റെ കുടുംബവും രാജത്വവും എൻ്റെ മുമ്പിൽ സ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. നീ തകർന്നു പോവുകയില്ല. നിന്റെ വിജയം ഒന്നിനൊന്നിന് മുകളിലേക്ക് നീ വിജയിച്ചു വരും. ശത്രു പരാജയപ്പെടും. ഇത്രയും വലിയ ദൈവാനുഗ്രഹമൊക്കെ ഉണ്ടാകാൻ എന്തുവാ ചെയ്തത്? ദൈവത്തിന് വസിക്കാൻ നീ ഒരു ആലയം പണിയുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവവചനം കേൾക്കുന്ന എല്ലാവരോടും പറയട്ടെ, ദൈവവചനം ഞാൻ കേൾക്കുമ്പം എൻ്റെ അകത്ത് ദൈവം വസിക്കാൻ തുടങ്ങുവാണ്. അതെനിക്ക് പരാജയമല്ല തരുന്നത്, അതെനിക്ക് നഷ്ടമല്ല തരുന്നത്, അതെനിക്ക് സന്തോഷമാണ് തരുന്നത്, സമാധാനമാണ് തരുന്നത്. ദൈവം തരുന്ന ഉയർച്ചയാണ് അത് സമ്മാനിക്കുന്നത്. ദൈവം തരുന്ന ഉയർച്ച ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ദൈവം തന്നെയാണ് പറഞ്ഞത്, എനിക്ക് വസിക്കാൻ നീ ഒരു ആലയം പണിയണം. ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ദൈവം നിങ്ങളിൽ, നിങ്ങളുടെ കുടുംബത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് പറ്റിയ സാഹചര്യങ്ങളുണ്ടാകണം. പ്രാർത്ഥന വേണം, ദൈവത്തിലുള്ള ആശ്രയത്വം വേണം, ദൈവത്തിലുള്ള വിശ്വാസം വേണം. അതൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളിൽ വസിക്കും. ഒരു വലിയ കാര്യമുണ്ട് ഈ വചനത്തിനകത്ത്. 11-ാം വാക്യത്തിൻ്റെ അവസാനം, ശത്രുക്കളിൽ നിന്ന് നിനക്ക് ഞാൻ ശാന്തി നൽകും. ഒരു ശത്രുവിനെ നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. 4 വശത്തും ശത്രുക്കളുണ്ടെങ്കിലും അതിനിടയിലും നീ സമാധാനത്തോടെ ജീവിക്കും, ശാന്തമായി തന്നെ മുന്നോട്ട് പോകും. കാരണം ദൈവത്തിന് വസിക്കാൻ ഒരു ഇടമുണ്ടെങ്കിൽ ശത്രുവിന് അവനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന് നമ്മളിൽ വസിക്കാൻ, നമ്മുടെ മക്കളിൽ വസിക്കാൻ, നമ്മുടെ ഭവനങ്ങളിൽ വസിക്കാൻ ഒരിടം ഉണ്ടാക്കുകയാണ്. നമ്മുടെ ശരീരത്തെ ഒരുക്കുവാണ്, മനസ്സിനെ ഒരുക്കുവാണ്, സ്നേഹത്തോടെ ഒരുക്കുവാണ്. പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾ എന്നാന്ന് കേട്ടെ. ഇന്നുവരെ നിയോഗ പ്രാർത്ഥനയിൽ, ഡെയിലി ബ്ലെസ്സിങ്ങിൽ പങ്കെടുത്തവരുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. 2, ഇന്നുവരെ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചവരുണ്ട്, നിയോഗം സമർപ്പിച്ചവരുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം, അധ്യാപകർക്ക് വേണ്ടി, സ്കൂളുമായി ബന്ധപ്പെട്ട ഓരോ വ്യക്തികളുണ്ട്, സ്റ്റാഫ്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. കാരണം അടുത്ത തലമുറയാണ് ഈ രാജ്യത്തിൻ്റെ ഭാവി, നമ്മുടെ കുടുംബത്തിൻ്റെ നന്മ. അവർ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് ഏറെ ഒരുക്കത്തോടെ പ്രാർത്ഥിച്ച് ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ഒരുങ്ങുവാണ്. സാധിക്കുന്ന എല്ലാവരും ഈ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുക. കുഞ്ഞുങ്ങളെയും കൂടെ ചേർക്ക്. അവരുടെ ഹൃദയത്തിൽ ദൈവത്തിന് വസിക്കാനൊരിടമുണ്ടാക്കട്ടെ. ദൈവം അവരിൽ വസിക്കട്ടെ. അതവരുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ടാകാൻ കാരണമാകും. ഒരു അസ്വസ്ഥതയിലും ചെന്ന് പെടാതെ, തെറ്റായ കൂട്ടുകെട്ടിൽ ചെന്ന് ചാടിപ്പോകാതെ, ജീവിതം തകർത്ത് നശിപ്പിക്കാതെ അവർ രക്ഷപ്പെട്ട് വരാൻ ഇടയാകണം. നല്ല നിലയിലെത്തണം. അതിനുവേണ്ടിയാണ് ഈ ഒരുക്കങ്ങളും ഈ പ്രാർത്ഥനകളൊക്കെയും ഇങ്ങനെ നടത്തുന്നത്. പ്രാർത്ഥിക്കാം. ഈ വചനം നിങ്ങൾക്ക് എത്രമാത്രം പ്രയോജനപ്പെട്ടു എന്നെനിക്കറിയില്ല. പക്ഷേ ഈ വചനം വായിക്കണം. ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ദൈവത്തിന് വസിക്കാൻ നീ ഒരു സ്ഥലം പണിയണം.
നമ്മുടെ ജീവിതത്തിൽ പണിയണം. നമ്മുടെ കുടുംബത്തിൽ ഈ വചനം കേൾക്കുന്ന എല്ലാവരിലും ദൈവത്തിന് വസിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളിൽ വസിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ വസിക്കട്ടെ. നിങ്ങളുടെ യാത്രകളിലൊക്കെ അത് ഭയങ്കര സംരക്ഷണ ഭിത്തിയായിട്ട് വരും. പ്രാർത്ഥിക്കാൻ പോവാണ്. ഒരുമിച്ച് പ്രാർത്ഥിച്ച്, കർത്താവായ യേശുവേ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുരക്തത്താൽ അങ്ങ് വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിൽ നയിക്കണമേ. അനുഗ്രഹയിലെ കൈ വിരിച്ചു പിടിച്ചിരിക്കുന്ന യേശുവിൻ്റെ കൈകൾക്കുള്ളിൽ നിന്ന് ഒരു വലിയ സാക്ഷ്യത്തെ പറയാൻ ഒരു നേർച്ച നേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നസ്രായനായ എൻ്റെ യേശുവേ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഇന്നുവരെ നിയോഗ പ്രാർത്ഥനയിലും ഡെയിലി ബ്ലെസ്സിങ്ങിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ചവരെയും ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചവരെയും നിയോഗ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവർ സമർപ്പിച്ച നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി സാധിച്ചു കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ സ്കൂളിലേക്ക് പോകുവാൻ ഒരുങ്ങിയിരിക്കുന്ന, കോളേജിലേക്ക് പോകാൻ, വിവിധ തരം കോഴ്സുകൾ പഠിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും യുവതി യുവാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല തുടക്കമായിരിക്കട്ടെ, നല്ല വിജയമുണ്ടാകട്ടെ, നല്ലൊരു ഭാവി ഉണ്ടാകുവാനിടയാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കട്ടെ. നിങ്ങളുടെ യാത്രകൾ, തീരുമാനങ്ങൾ, നിയോഗങ്ങൾ സാധിച്ചു കിട്ടട്ടെ. അനുഗ്രഹമാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം ദിവസമാണ്. സാധിക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കണം, പറയണം, പ്രാർത്ഥിക്കണം. നാളെയും 5:30 തന്നെ ഒരുമിച്ച് കാണാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഇടയാകട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.